ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏറ്റവും വലിയ ഉസ്താദ് ഇമാം ഇബ്നു ശിഹാബിൻ സുഹ്രി ഒരു ദിവസം പെരുന്നാളിന് ഈദ് ദിവസം ഇബ്നു ശിഹാബിൻ സുഹ്രി വീട്ടിലെ ഭൃത്യയോട് പറയുകയാണ്, വാതിൽക്കൽ ആരോ ഒരാളനക്കം നോക്കാൻ പറയാണ്. ഗുലാമുക്കൽ അഷ്ഖർ ഇൻദൽ ബാബ് എന്ന് പറയുന്നത്, ഗുലാമുക്കൽ അഷ്ഖർ, നിങ്ങളുടെ ഭൃത്യൻ അതാ വാതിൽക്കൽ എന്ന് പറയാണ്. മാലിക് ഇമാം ഇബ്നു ശിഹാബിൻ സുഹ്രിയുടെ ഭൃത്യനൊന്നുമല്ല, ഇമാം മാലിക് ശിഷ്യനാണ്. പക്ഷെ എപ്പോഴും ഇബ്നു ശിഹാബിൻ സുഹ്രിയോട് ചേർന്ന് നടക്കുന്നത് കാരണത്താൽ ഈ സ്ത്രീ മനസ്സിലാക്കിയത് ഇത് അടിമയാണ് എന്നാണ്, ഉസ്താദിൻ്റെ അടിമയാണ് മാലിക് എന്നുള്ളതാണ്. ഏതായാലും ഇബ്നു ശിഹാബിൻ സുഹ്രി ചോദിക്കാൻ, ഇന്ന് പെരുന്നാളല്ലേ, ഈദല്ലേ, എന്താ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഇന്ന് എന്തിനാ വന്നത്? അപ്പം പറയാണ്, എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുക്കൽ ആൾ തിരക്ക് കുറവാണ്, ശിഷ്യന്മാർ കുറവാണ് എന്നുള്ളതറിയാം. അതുകൊണ്ട് എനിക്ക് മാത്രം നിങ്ങൾ ഹദീസ് ഓതി തരാനാണ്, വിജ്ഞാനം പകർന്നു തരാനാണ് ഞാൻ വന്നത്. അതാണ് ഇമാം മാലിക് പറയുന്നത്. ഇബ്നു ശിഹാബിൻ സുഹ്രി തൻ്റെ ശിഷ്യൻ്റെ ഈ വിജ്ഞാന താല്പര്യത്തിൽ ആശ്ചര്യചിത്തനായി. എന്നിട്ട് അത് മാനിച്ച് അദ്ദേഹം 40 ഹദീസുകൾ ഓതിക്കൊടുത്തു എന്നാണ്. 40 ഹദീസുകൾ ഇബ്നു ശിഹാബ് ശിഷ്യൻ ഇമാം മാലിക് ഇബ്നു അനസ് അസ്ബഹിക്ക് ഓതിക്കൊടുത്തു എന്നാണ്. എന്നിട്ട് അത് അദ്ദേഹം എഴുതിയെടുത്ത്, മാലിക് എഴുതിയെടുത്ത്, എന്നിട്ട് പറഞ്ഞു, ഇനി പോയിട്ട് ഇത് പഠിച്ചു വരാൻ പറഞ്ഞു ഇമാം മാലിക്കിനോട്. 40 എണ്ണം പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇമാം മാലിക് പറയാണ്, ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞ് എഴുതിയത് പഠിച്ചു, അപ്പോൾ എഴുതിയിട്ടുള്ളൂ, പക്ഷെ അത് മനപ്പാടാക്കി. അപ്പോൾ ആ എഴുതിയ ലൗഹകൾ ഇബ്നു ശിഹാബിൻ സുഹ്രി വാങ്ങിയിട്ട് ഈ ഓതിയ 40 ഹദീസുകൾ ചെല്ലാൻ പറഞ്ഞു. സനദും മത്തിനും അടക്കം, നിവേദക ശൃംഖലയും ഉള്ളടക്കവും അടക്കം പറയാൻ പറഞ്ഞപ്പോൾ ഇമാം മാലിക് വെള്ളം പോലെ ആ 40 ഹദീസ് പറഞ്ഞു കൊടുത്തു എന്നാണ്. അവിടെ ഇമാം ഇബ്നു ശിഹാബിൻ സുഹ്രി ഇമാം മാലിക്കിൻ്റെ ആ ദിഷണയിൽ, ബുദ്ധിയിൽ, ഹൃദയസ്ഥമാക്കാനുള്ള കഴിവിൽ ആശ്ചര്യചിത്തനായിട്ട്, താങ്കൾ ഒരു വിജ്ഞാന സാഗരമായിരിക്കുമെന്ന് അവിടെ വെച്ച് ഇന്നക മിൻ ഔഇയത്തിൽ ഇൽം എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് ഇമാം മാലിക്കിനെ അവിടുന്ന് യാത്രയാക്കുന്നത്.